എന്റെ പടുമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ശരി, ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ആ, ചേട്ടന്റെ ഒരു പടം എനിക്കും തരണം. എന്തിനാ? ചേട്ടൻ ഇല്ലാത്തപ്പോ കണ്ടോണ്ടിരിക്കാൻ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണന് മണിയും ചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് 2 സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? ദാ വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അല്ല, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോന്നറിയേ ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാലേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മനൊക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. ആട്ടെ, എന്താ പണിയുമുള്ള കാര്യം? ഒന്നുമില്ല. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ, സംഗതി ലൈൻ ക്ലിയറാണോ അർത്ഥം. ഇനി ഒരറ്റ കൈയുണ്ട്. പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞ അത് സായിപ്പിന്റെ അടവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്നാ. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സുപ്പിച്ച മട്ടുണ്ടല്ലോ. അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയെ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചെന്നറിഞ്ഞു, അവിടെ പോയതാ. ഞാൻ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ച് വരിക. ഞാനൊരു സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ടാ. ദേ നോക്കിക്കോ. എങ്ങനെ മണിയും ചേട്ടാ, ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചേട്ടാ, ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തോണ്ടാവും കേൾക്കാത്തതെന്ന്. നീ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരും മോള് മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേട്ടാ, അത് അവനോട് തോന്നണ്ടേ? ഞാൻ ഇന്നലെയും പറഞ്ഞു, അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവകിയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്ന. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു.
ഇത് ലവർ വരുന്നുണ്ട്. ഓക്കേട്ടോ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാമോ? എനിക്ക് ഒരു തവളയെ കൊണ്ടുതരാമോ? മാക്രിയോ? എന്തിനാ? അതെ, കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം. തവളയെ കിട്ടുമോ? അമ്പലപ്പുറത്തിൽ ഒത്തിരി ഉണ്ട്. കുറച്ച് സൂക്ഷിച്ചു ഇറങ്ങാവൂ. ചെറുത്തവളെ കൊണ്ടുവരരുത്, നല്ല വലിയ തവള. കുണ്ടമാക്രിയല്ലേ? ആ, അത് തന്നെ. പിന്നെ കൊല്ലാതെ കൊണ്ടുവരണം. എന്ന് കൊണ്ടുവരും? നാളെ രാവിലെ. ഓക്കെ. ആ, മണിയഞ്ചേട്ടന് മുട്ടായി വേണ്ടേ? താങ്ക് യു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാക്രി എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കലിന്. എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. എന്നാ പറയാനായിട്ട് മനസ്സിലായേയില്ല. എന്നൊന്ന് മിണ്ടായിരിക്കോ? ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കറിഞ്ഞത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ, കിട്ടിയോടാ? ഇനി കൊണ്ടുവാ ഈ കടലാസി പൊതിയ. എന്തിനാ മണിയുന്നത്? ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്തിനാ മാക്രി കയറുന്നേ? എന്നാലേ അവർ പരീക്ഷ ജയിച്ചു. ഇതിന് പകരം എനിക്കൊരു പാട്ടുദിവസം തരണം. ടീച്ചറാണ് തന്നില്ല. ആ, തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ ഇങ്ങനെ കൊല്ലുന്നത്? പാവമാണെന്ന് വിചാരിച്ചാ പഠിക്കാൻ ഒക്കുമോ? ആ, മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന്റെ നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്ന് വെച്ചാ ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ദേ, ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പിടിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയൻ ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവുമില്ല. മണിയൻ ചേട്ടനല്ലേ എനിക്കിത് കൊണ്ട് തന്നെ? ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലല്ല, പിന്നെ വളർത്താനാ.